ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് വന്നിട്ടുള്ളതൊരു ഡെയിലി വ്ളോഗായിട്ടാണ്. ഇതിൽ കുറച്ച് പാക്കിങ്ങും അതുപോലെ വെക്കേഷന് പോകുന്നതിനുള്ള മുമ്പായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. വീഡിയോ മൊത്തത്തിൽ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകല്ല കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെ കുറച്ച് ചെടികൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ചെടികളെന്ന് പറയുമ്പോൾ ചെടികൾ ഉണ്ടായിരുന്നതിൽ നിന്ന് കുറച്ച് തണ്ടെല്ലാം ഒടിച്ചിട്ട് അതിങ്ങനെ വെള്ളത്തിൽ അതിൻ്റെ റൂട്ട്സ് എല്ലാം ഒന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം ഇങ്ങനെ വെക്കും കേട്ടോ. അതിനുശേഷം റൂട്ട്സ് വന്നതിന് ശേഷം അത് പിന്നെ എടുത്തിട്ട് വേറൊരു ചട്ടിയിലേക്ക് നടും. അപ്പോൾ വേറൊരു പ്ലാന്റ് ആയില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ ചെടികൾ ചെയ്യലുണ്ട് കേട്ടോ, ചില ചെടികളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ചെടി ഒരുപാട് ബ്രാഞ്ചസ് വന്നതിൽ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇട്ട് വെച്ചിട്ട് ഞാനൊരു 4-5 ദിവസമെല്ലാം കളയുമ്പോൾ ആ വെള്ളം കളഞ്ഞതിന് ശേഷം വീണ്ടും നല്ല വെള്ളം നിറച്ച് വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെക്കേഷന് പോകണ കാരണം ഇനിയിപ്പോൾ ഒരു 7-8 ദിവസമെല്ലാം കഴിഞ്ഞിട്ടല്ലേ വരലുണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം അതിന് മുന്നായിട്ട് ഈ ചെടികളിലെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് നിറച്ച് വെച്ചെടുക്കുകയാണ്. പിന്നെ ഉച്ചയ്ക്ക് ഇന്നിപ്പോൾ ഹെവി ആയിട്ടൊന്നും ഉണ്ടാക്കാനൊന്നും സമയമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അത് കാരണം കടലക്കറിയും പുട്ടും ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. അപ്പോഴാണ് ശരിക്കും കടല വെള്ളത്തിൽ കുതിർത്താൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടല അങ്ങനെ മറക്കണ സമയത്തൊക്കെ നമുക്കിങ്ങനെ പെട്ടെന്ന് ചെയ്യാമല്ലോ. കടല വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂറെല്ലാം വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുക്കറിൽ സാധാരണ കുക്ക് ചെയ്യുന്ന പോലെ കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ. കടല നമ്മൾ ഓവർനൈറ്റെല്ലാം കുതിർത്തി വെച്ചിട്ട് എടുക്കണ പോലെ തന്നെ ആയിക്കിട്ടും. 1 മണിക്കൂർ വെച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇതിൽ അരമണിക്കൂറെല്ലാം എനിക്ക് സമയമില്ലാഞ്ഞിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കടലയൊന്ന് ചൂടുവെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചതാട്ടാ. ഇനിയിപ്പോൾ കിച്ചണിലെ അത്യാവശ്യം പണികളെല്ലാം പെട്ടെന്ന് തീർത്തതിന് ശേഷം പാക്കിങ്ങിനായിട്ട് വന്നതാട്ടാ. പാക്കിങ്ങിന് ഞാൻ എങ്ങനെയാണ് സാധനങ്ങൾ സാധാരണയായിട്ട് കൊണ്ടുപോകുന്ന സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. എന്തൊക്കെയാണ് കൊണ്ടുപോകാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. പലരും പലതരത്തിലല്ലേ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ സിപ്ലോക്കിൻ്റെ ബാഗ് സൈക്കിന്നെല്ലാം വാങ്ങിക്കുന്നത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതില്ല കൂടുതലും ഈ ലീക്കാവുന്ന സാധനങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇതിലാണ് ഞാൻ കൊണ്ടുപോകിട്ട. ഇതാകുമ്പോൾ അങ്ങനെ ലീക്കേജും കാര്യങ്ങളൊന്നും വരില്ല. ഞാൻ സ്ഥിരമായിട്ട് ചെയ്യണതായതുകൊണ്ട് തന്നെ അതങ്ങ് ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ ഞാൻ ഈ ട്രാവൽ ചെയ്യുമ്പോൾ മുഖത്തിന് വേറെ ബോഡിക്ക് വേറെ അങ്ങനെയുള്ളത് എടുക്കാറില്ല കേട്ടോ. മുമ്പ് അങ്ങനെ ചെയ്തിരുന്നു. പിന്നീട് ഇത് കുറച്ച് ഈസി ആയത് കാരണം ഇപ്പോൾ ഈ സെറാവേൻ്റെ ഈ ഒരു മോയ്സ്ചറൈസർ നമുക്ക് ഫേസിനും ബോഡിക്കും യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ആട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ അങ്ങനെ ഒരു എണ്ണം ഇതെടുക്കുകയാണ്. അപ്പോൾ അത് ആകുമ്പം നമുക്കിനി ബോഡി ലോഷൻ വേറെ എടുക്കണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതൊരെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ബോഡി വാഷ് എടുക്കുന്നുണ്ട് കേട്ടോ. ഡോവിൻ്റെ ഒരു ബോഡി വാഷാണ് ഞാൻ എടുത്തിട്ടുള്ള. ചെറിയ ട്രാവൽ സൈസിലുള്ള ചെറിയ ഒരു ബോട്ടിൽ, ഈ ഒരു സൈസിലുള്ള ഒരു ബോട്ടിൽ. ഇത് ഞാൻ സ്ഥിരമായിട്ട് ഒന്നെങ്കിൽ അല്ലെങ്കിൽ ആ സോപ്പില്ലേ ഡോവിൻ്റെ, വേറൊന്നും എനിക്കങ്ങനെ യൂസ് ചെയ്യാൻ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ട് ഞാൻ എവിടെ പോയാലും ഇത് കൊണ്ടുപോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു ബോട്ടിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാവൽ സൈസിലുള്ള നമുക്കിങ്ങനെ ഇവിടെ വാട്സണിലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ചെറിയൊരു പാക്കറ്റ് ബോട്ടിൽ കണ്ടീഷണർ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നിപ്പോൾ അതുപോലെ തന്നെ ചെറിയ ബോട്ടിൽ വരുന്ന ഷാമ്പു വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. ഇതും നമുക്കിവിടെ ഈ ഷോപ്പിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. ഇത് ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നല്ല യൂസ്ഫുൾ ആട്ടോ ഇങ്ങനത്തെ ചെറിയ ബോട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. മുമ്പെല്ലാം ഞാൻ ഒരുപാട് വലുതല്ലെങ്കിലും കൊണ്ടുപോകുന്ന ബോട്ടിലൊക്കെ ബാലൻസ് അത്യാവശ്യം നല്ലോണം ബാലൻസ് വരും. അപ്പോൾ പിന്നെ അത് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് പാക്ക് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ലീക്കൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ പൊട്ടിച്ച ബോട്ടിലല്ലേ തിരിച്ച് വരുമ്പോൾ കൊണ്ടുവരിക, പാക്ക് ചെയ്തിട്ടൊക്കെ കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ലീക്കും കാര്യങ്ങളും ഒക്കെ ആയിട്ടാകെ കുളം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നീട് ഇപ്പോൾ കുറേ നാളായിട്ട് ഞാനിങ്ങനെ ചെറിയ പാക്കറ്റ്സ് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടുന്നത് കാരണം ഞാൻ അങ്ങനത്തത് വാങ്ങിച്ചിട്ടാണ് യൂസ് ചെയ്യൽ. അപ്പോൾ ഇതൊക്കെ ഇവിടെ നമ്മുടെ സാധാരണ വാട്സണിലും കാര്യങ്ങളിലും ഒക്കെ ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ബോട്ടിൽസിലുള്ളത് വാങ്ങിച്ചതിന് ശേഷം ഇത് ലീക്കൊന്നും ആവുമൊന്നുമില്ല കേട്ടോ. ഒന്നാമത് ഇത് പൊട്ടിക്കാത്ത പുതിയ ബോട്ടിൽസ് അല്ലേ. ഇത് ഈ ഒരു 2 ബോട്ടിൽസ് തന്നെ ഒരു
നമുക്കൊരു 7-8 ദിവസത്തിനെല്ലാം അതുതന്നെ മതിയാവും കേട്ടോ. ഈ ഷാമ്പൂ എല്ലാം അതുതന്നെ മതിയാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ ഒരു വലിയൊരു സിപ്പ് ലോക്ക് ബാഗിലിട്ടിട്ട് അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ വെറ്റ് വൈപ്സ് ഇല്ലേ, അതും ഇതുപോലത്തെ ചെറിയ ട്രാവൽ സൈസിലുള്ള പാക്കറ്റ്സ് ഞാൻ ട്രാവൽ ചെയ്യുമ്പം കൊണ്ടെടുക്കാറുണ്ട് കേട്ടോ. ഞാനിത് ആക്ച്വലി ഞാനത് ചെക്ക് ഇൻ ചെയ്യുന്ന ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോവുക ചെയ്യുക. അതിനുശേഷം അവിടെ ചെന്നിട്ട് ഹാൻഡ് ബാഗിലെടുത്ത് ഇടും കേട്ടോ. നമ്മൾ പുറത്തൊക്കെ പോകാൻ നേരം അതിലൊരു പാക്കറ്റ് എടുത്തിട്ട് ഹാൻഡ് ബാഗിലേക്ക് ഇടും. അങ്ങനെയാണ് ചെയ്യൽ. പിന്നെ ഇപ്പം ഇതാ ഇത് ഒരു സൺസ്ക്രീനാട്ടാ. ഈ ഒരു സൺസ്ക്രീൻ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പം നാട്ടിൽ വെച്ചിട്ട് വാങ്ങിച്ചിട്ട് ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഒരു സൺസ്ക്രീനാട്ടോ. അതിൻ്റെ ഒരു ബോട്ടിൽ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് പൊട്ടിക്കാത്ത പാക്കറ്റ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടിയിട്ട് ഒന്ന് ഈ ഒരു കവറിലേക്ക് ഇട്ട് വെക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഒരു ചെറിയ പെർഫ്യൂം എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ക്ലോയുടെ ഒരു നല്ല സ്മെല്ലാട്ടോ ഇത്. അപ്പോൾ അതൊരു എണ്ണം ഒരു ബോട്ടിൽ, ചെറിയ ബോട്ടിലായത് കാരണം അതൊരു ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ ബോഡി മിസ്റ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ബാത്ത് ആൻഡ് ബോഡി വർക്ക്സ് എന്ന് വാങ്ങിച്ചിട്ടുള്ള ബോഡി മിസ്റ്റാട്ടാ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്തായിട്ട് പാക്ക് ചെയ്യണത് കുറച്ച് ജ്വല്ലറീസ് ആട്ടാ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ നമ്മൾ ട്രാവലെല്ലാം ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ പറ്റിയ ഇതുപോലത്തെ ഒരു ജ്വല്ലറി ബോക്സ് ഉണ്ട് കേട്ടോ. ഇത് ആമസോണിലെല്ലാം അവൈലബിൾ ആണ്. ഈ ഒരു നിങ്ങൾ നല്ല യൂസ്ഫുൾ ആട്ടാ. നമുക്ക് ഒരുപാട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിൽ ക്യാരി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ എന്താ പറയുക, കെട്ടിപ്പിടിച്ചൊക്കെ പോവില്ലേ ചിലപ്പോൾ നമ്മൾ ഒരുമിച്ചിടുമ്പോൾ, അങ്ങനൊന്നും ഇല്ല കേട്ടോ. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു, ഇപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ പിങ്കും ബ്ലാക്കും എല്ലാം ഉണ്ട് കേട്ടോ. ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത് പിങ്ക് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം ഒരു 10 ദിവസത്തേക്കൊക്കെ ആണെങ്കിലും അത്യാവശ്യം ചെറിയ ട്രിപ്പ് എന്നല്ല, അത്യാവശ്യം കാര്യങ്ങൾ ഇതിൽ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. നല്ല വൃത്തിയായിട്ട് നമ്മൾ അവിടെ ചെന്നാലും ഒന്നും മെസ്സപ്പൊന്നും ആവുമൊന്നുമില്ല ജ്വല്ലറീസ് ഒന്നും. അപ്പോൾ അങ്ങനെ ഇതിൽ ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ എന്താ വെക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ലോക്കറ്റുള്ള ഒരു ചെയിൻ എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും സിൽവറിൻ്റെ ഒരു ചെയിനാട്ടോ. ഇത് നാട്ടിൽ നിന്ന് കുറേ മുന്നേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ഏതോ ഒരു ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന. അപ്പോൾ സിൽവർ ആട്ടോ ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ലോക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു തിന്നായിട്ടുള്ളൊരു ചെയിനും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കെട്ടുപിടിച്ചിരിക്കുമോ ഒന്നുമില്ല. കെട്ടുപിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുടുങ്ങി കിടക്കില്ലേ മാലേൻ്റെ ചെയിനൊക്കെ ഇങ്ങനെ കെട്ടുപിടിച്ചാൽ അങ്ങനെയൊന്നും ആവില്ല കേട്ടോ. ഇതിൽ വെച്ചാൽ അതാട്ടാ ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ ഇനിയിപ്പോൾ ഒരു മാല കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു മാലയിലെ ഇത് ഞാൻ ആമസോണിൽ നിന്ന് എവിടുന്നോ വാങ്ങിച്ചതാട്ടാ. കുറച്ചായി വാങ്ങിച്ചതിന് ശേഷം ഇത് ആക്ച്വലി ഒരു യൂട്യൂബർ, ഒരു ഇൻഫ്ലുവൻസർ അവരുടെ വ്ളോഗിൽ ഈ ഒരു മാല കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരതിൻ്റെ ബ്രാൻഡോ കാര്യങ്ങളൊന്നും മെൻഷൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആ ഒരു മാല ഇട്ടിട്ടുള്ളത് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം ഇതിങ്ങനെ കഴുത്തുമ്പോൾ കിടക്കുക. 3 സ്റ്റാറുകൾ താഴേക്കും ബാക്കി 2 സ്റ്റാർ സൈഡിലേക്കും അങ്ങനെയായിട്ട് ഇതുണ്ടാവുക. അപ്പോൾ അവരങ്ങനെ അതിൽ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. അപ്പോൾ അതിൽ അവർ ബ്രാൻഡും കാര്യങ്ങളും ഒന്നും മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഏതിൻ്റെ ആണെന്ന് നമുക്ക് വാങ്ങിക്കാനൊരു ഐഡിയ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഞാൻ കുറേ നാളിങ്ങനെ സ്റ്റാർ ഉള്ള എന്താ പറയുക ചെയിന്ന് അങ്ങനെ ഇങ്ങനെ പലതും സെർച്ച് ചെയ്ത് അവസാനം ഒരു ദിവസം ഏതോ ഒരു സൈറ്റിൽ ഞാനിങ്ങനെ ഇതിങ്ങനെ ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട്. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് അവസാനം എനിക്കിത് കിട്ടിയതാട്ടോ ഈ ഒരു മാല. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് വാങ്ങിച്ചത്. അത് ശരിക്കും ഞാനതിൻ്റെ ഗോൾഡൻ കളറാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗോൾഡ് ഞാനിത് വാങ്ങിക്കാൻ നേരം സോൾഡ് ഔട്ടായിരുന്നു. അങ്ങനെ പിന്നെ സിൽവർ വാങ്ങിക്കുകയായിരുന്നു. പിന്നെ വേറൊരു ചെറിയൊരു ചെയിനും കൂടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ 3 മാലകൾ ഇതിൻ്റെ ഈ ഒരു ഇതിൽ ഇങ്ങനെ നമുക്ക് കൊളുത്തിയിടാം കേട്ടോ. അങ്ങനെയും ചെയ്യാം. അപ്പോൾ അങ്ങനെ മാലകളെല്ലാം ഞാൻ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ കൊളുത്തിയിട്ടിട്ടുണ്ട്. പിന്നെ അതിനുള്ളിലൊരു പോക്കറ്റ് പോലെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ലോക്കറ്റൊക്കെ അതിനുള്ളിലേക്ക് ഇറക്കി വെച്ചാൽ നല്ല വൃത്തിയായിട്ട് ഇരുന്നോളും. ഈ കാണിക്കുന്ന പോലെ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അത്
പിന്നെ ഇപ്പോൾ ഇതാ ഈ ഒരു പച്ച കളറിലുള്ള ആ കാണിച്ച ഒരു ഗോൾഡൻ ചെയിൻ കാണിച്ചില്ലേ പച്ച, അതിന് മാച്ചായിട്ടുള്ളതാട്ടോ. അതൊരു സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഇയറിങ്ങും കൂടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്ലാക്ക് കളറിലുള്ള ഇയറിങ് ഒരെണ്ണം വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇങ്ങനെയുള്ള ഒരു ബ്ലാക്കും സിൽവറും കൂടെ വരുന്ന അങ്ങനെ ഒരു ഇയറിങ് അതും കൂടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ബോക്സിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ ബ്രേസ്ലെറ്റ് പോലെ എല്ലാം വരുന്ന ഒരു ഇത് 3-4 ഇങ്ങനെ ഇത് ബീഡ്സ് ആട്ടോ. ഇത് ഞാനിങ്ങനെ മിക്കപ്പോഴും ചിലപ്പോഴെല്ലാം ഞാനിങ്ങനെ വാച്ച് കെട്ടിയിട്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടി ഇടലുണ്ട് കേട്ടോ. ചില ഡ്രസ്സിൻ്റെ ഒപ്പമെല്ലാം ഞാൻ അങ്ങനെ ഇടലുണ്ട്, വാച്ചിൻ്റെ ഒപ്പം ഇതും കൂടിയിട്ട് ഇടലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇടുന്ന ഒരു സെറ്റ് ബ്രേസ്ലെറ്റുകൾ, സെറ്റെന്ന് പറയാനില്ല, ഇത് ഞാൻ പലയിടത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പല തവണയായിട്ട് വാങ്ങിച്ചിട്ടുള്ള കേട്ടോ. അപ്പോൾ അത് എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഹാൻഡ് ബാഗ് പാക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു വലിയ ബാഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെയാണ് ഞാൻ പാക്ക് ചെയ്തുകൊണ്ട് പോവാറ്, സാധാരണയായിട്ട് കൊണ്ടുപോകുന്നത് തന്നെയാണ്. അതെന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഈ ഒരു പൗച്ച്, അതിൽ നേരത്തെ കാണിച്ച ആ ഒരു പെർഫ്യൂം വാങ്ങിച്ചപ്പോൾ കിട്ടിയൊരു പൗച്ചാട്ടോ ഇതിൽ ഞാൻ എൻ്റെ ഈ ഡെയിലി സപ്ലിമെൻറ്റ്സ് ഒക്കെ ഇല്ലേ അതാട്ടോ വെച്ചിട്ടുള്ളത്. വൈറ്റമിൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ഞാൻ എപ്പോഴും ഹാൻഡ് ബാഗിലൊക്കെ കൊണ്ടുനടക്കൽ. അപ്പോൾ അതാ ഈ ഒരു പൗച്ചിൽ വെച്ചിട്ട് അതങ്ങനെ ബാഗിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ വാലറ്റ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ബാഗിലേക്ക് ഞാൻ വെക്കാറുള്ളത് എൻ്റെ സ്ഥിരമായിട്ട് വെക്കുന്ന സ്പെക്സ് ഉണ്ട് കേട്ടോ. അത് എപ്പോഴും വെക്കലില്ല, ഇടയ്ക്കൊക്കെ എടുത്ത് ഊരി മാറ്റി വെക്കും. അപ്പോൾ അങ്ങനെ അതൊരെണ്ണം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നൊരു സൺഗ്ലാസ് ഞാൻ എപ്പോഴും എൻ്റെ ഹാൻഡ് ബാഗിൽ വെക്കലുണ്ട് കേട്ടോ. ഇനി ഒരെണ്ണം ഞാൻ എൻ്റെ ചെക്കിൻ ബാഗിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ 2 എണ്ണമാണ് ഞാൻ സാധാരണയായിട്ട് എപ്പോഴും കൊണ്ടുനടക്കാറുള്ളത്. ട്രാവൽ ചെയ്യാൻ നേരമെല്ലാം 2 എണ്ണം കൊണ്ടുനടക്കലുണ്ട്. ഒരെണ്ണം ഹാൻഡ് ബാഗിലും ഒരെണ്ണം ചെക്കിൻ ബാഗിലും വെക്കും. അങ്ങനെയാട്ടാ ചെയ്യൽ. എന്നിട്ടതും അവിടെ പോയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് മാറി യൂസ് ചെയ്യും. അങ്ങനെയാട്ടാ ഞാൻ ചെയ്യൽ. ഇനിയിപ്പോൾ ഇതാ ലിപ്സ്റ്റിക്ക് കേട്ടോ. 2 എണ്ണം ഞാൻ ഹാൻഡ് ബാഗിൽ കൊണ്ടുനടക്കലുണ്ട്. രണ്ടും മാക്കിൻ്റെ തന്നെ ആട്ടോ. ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡുകളാണ്. ഒരെണ്ണം മാക്കിൻ്റെ റഷ്യൻ റെഡും, പിന്നെ ഒരെണ്ണം മാക്കിൻ്റെ തന്നെ ഫാഷൻ എമർജൻസി എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് കിട്ടുക. ഇത് ഫാഷൻ എമർജൻസി എന്ന് പറയുന്ന ഒരു ഷെയ്ഡായത് ഒരു പിങ്കും റെഡും എല്ലാം കൂടി ചേർന്നൊരു ഷെയ്ഡാട്ടോ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാട്ടോ ഈ ഒരു ഫാഷൻ എമർജൻസി എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും വാങ്ങിക്കലുണ്ട് തീരുന്നതനുസരിച്ചിട്ട്. അതുപോലെ റഷ്യൻ റെഡും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആട്ടോ. അപ്പോൾ അത് രണ്ടും എൻ്റെ ഹാൻഡ് ബാഗിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കാണിച്ചു തരാട്ടാ. അതാ വിക്സിൻ്റെ ഇൻഹേലറില്ലേ, ഇത് ഞാൻ ഹാൻഡ് ബാഗിൽ കൊണ്ടെടുക്കും. ഇത് സാധാരണയായിട്ട് ആളുകൾ ആവശ്യത്തിനല്ല യൂസ് ചെയ്യുക, ഞാൻ ആവശ്യത്തിനും അനാവശ്യത്തിനും ഇത് യൂസ് ചെയ്യലുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ മിക്കപ്പോഴും വഴക്ക് പറയുന്ന ഒരു കാര്യമാട്ടോ. അതിങ്ങനെ എപ്പോഴും വലിച്ചുകൊണ്ടിരിക്കണേ എന്തിനാന്ന് വെച്ചിട്ട്. എനിക്കെന്തോ അത് വലിക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടാ. പിന്നെ കുറച്ച് ക്യാൻഡീസ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ക്യാൻഡീസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അതെടുത്ത് ഞാൻ ബാഗിലേക്ക് ഇട്ടതാണ്. പിന്നെ സ്ക്രഞ്ചീസും അതുപോലെ ഹെയർ ബാൻഡുകളും അങ്ങനെയുള്ള 2-3 സാധനങ്ങൾ, അതും എപ്പോഴും ഞാൻ ബാഗിൽ വെക്കൂട്ടോ. എവിടെയാ മിസ്സാവണമെന്ന് പറയാൻ പറ്റില്ലല്ലോ. മുടിയൊക്കെ കെട്ടാനായിട്ട് അത് വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഐബ്രോ പെൻസിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഐബ്രോ പെൻസിൽ സാധാരണയായിട്ട് ഞാൻ ഹാൻഡ് ബാഗിൽ വെക്കണ സാധനമല്ല, പക്ഷേ ഇത്തവണ മറ്റേതൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചത് കാരണം ഞാൻ ഇതിലേക്ക് വെക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഒരു ലിപ് പ്രൈമർ, ഈ ഒരു റഷ്യൻ റെഡ് ചില സമയത്തെല്ലാം ക്ലൈമറ്റൊക്കെ മാറുന്നതനുസരിച്ച് ലിപ്സ് ഡ്രൈ ആവുമല്ലോ. അപ്പോൾ ഈ ഒരു ലിപ് പ്രൈമർ മാക്കിൻ്റെ തന്നെയാണ്. ഈ ഒരു ലിപ് പ്രൈമർ ഇട്ടിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുകയാണെങ്കിൽ അങ്ങനെ ഡ്രൈ ആവില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഒരു കുഞ്ഞ് ബോട്ടിൽ പെർഫ്യൂമും കൂടെ ഹാൻഡ് ബാഗിൽ വെക്കുന്നുണ്ട്. ഇത് ഏതോ പെർഫ്യൂം വാങ്ങിച്ചപ്പം അവർ സാമ്പിൾ തന്നതാട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ഹാൻഡ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഇപ്പോൾ ഒരു എയർപോഡ്സും കൂടിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയ്ക്കാണ് ഞാൻ എൻ്റെ ഒരു ഹാൻഡ് ബാഗിൽ സാധാരണയായിട്ട് ക്യാരി ചെയ്യാറുള്ളത് കേട്ടോ. അത്യാവശ്യത്തിന് എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു വലിയ ബാഗാട്ടോ ഞാൻ എപ്പോഴും ക്യാരി ചെയ്യാറുള്ളത്. പിന്നെ ഇനിയിപ്പോൾ ചെടികൾ ഒന്ന് എന്താ പറയുക, ഈ ഒരു സാധനം നമുക്ക് ഓൺലൈനെല്ലാം വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നമ്മളൊരു കുറച്ച് ദിവസത്തേക്കെല്ലാം പോകണമെങ്കിൽ നമുക്ക് ചെടിയിലേക്ക് വെള്ളം നനയ്ക്കാനായിട്ട് അങ്ങനെ നമ്മൾ വേറെ ആൾക്ക് കൊടുത്തിട്ട് പോകുമൊന്നും വേണ്ട കേട്ടോ. ഞാൻ ഇതും പിന്നെ വേറൊരു മെത്തേഡും ചെയ്യലുണ്ട് കേട്ടോ. അത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളം നിറച്ചിട്ട് അതിലേക്ക് ചെടി ഇറക്കി വെക്കണം, അങ്ങനത്തെ ഒരു രീതി അത് ചെയ്യലുണ്ട്. ഇപ്പം എന്തായാലും ഈ 2 ചെടിയിലേക്ക് മാത്രമേ എനിക്ക് വെക്കാനുള്ളൂ. അപ്പോൾ അത് കാരണം ഇങ്ങനത്തെ ഒരു എന്താ പറയുക, വാട്ടർ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യണ ഒരു സാധനം കേട്ടോ. അത് നമുക്ക് ഓൺലൈനെല്ലാം വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ ഒരു സ്ക്രൂ പോലെ ഒരു സാധനം വരിക, അതൊന്ന് ടൈറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഇത് നമുക്കിങ്ങനെ സാധാരണ നമ്മൾ വെള്ളമെല്ലാം വാങ്ങിക്കുന്ന കുപ്പിയില്ലേ, അതിലേക്ക് വെച്ച് കൊടുക്കും കേട്ടോ, കുപ്പിയിലേക്ക് പിടിപ്പിക്കും കേട്ടോ. അങ്ങനെ ഇത് ചെയ്യൽ. പിന്നെ അതിങ്ങനെ ചെടിയിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കും. ആ ഒരു ഭാഗം ചെടിയിലേക്ക് കുത്തി വെച്ച് കൊടുക്കും കേട്ടോ. എന്നിട്ട് അതിൻ്റെ വെള്ളം വീഴുന്ന ആ ഒരു അളവൊക്കെ നമുക്ക് ആ ഒരു സ്ക്രൂ തിരിക്കുന്നതനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. എത്ര ഡ്രോപ്സ് വീഴണം, ചെറുതായിട്ട് വീഴണം, അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നേരത്തെ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ എടുത്ത് പെട്ടിയിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇത് ഉറപ്പായിട്ടും ലീക്കൊന്നും ആവില്ല കേട്ടോ ഇങ്ങനെ പാക്ക് ചെയ്യുകയാണെങ്കിൽ. പിന്നെ മാത്രമല്ല ബോട്ടിൽസൊക്കെ പൊട്ടിക്കാത്തതും കൂടിയിട്ടാണല്ലോ യൂസ് ചെയ്തതിൻ്റെ ബാക്കി അങ്ങനെ വെച്ചതല്ലല്ലോ, അപ്പോൾ അത് കാരണം ലീക്കൊന്നും ആവില്ല കേട്ടോ. പിന്നെ ഇത്തവണ ഈ ഒരു വെക്കേഷന് പോണത് ഇസ്താംബൂളിലേക്കാണ് കേട്ടോ. ടർക്കിയിൽ ആണ് പോകുന്നത്. ഒരു 8-10 ദിവസം ഉണ്ടാവും കേട്ടോ അങ്ങനെ ഒരു ട്രിപ്പ് പോണത്. കുറേ നാളായിട്ട് പോകണമെന്ന് കരുതിയിരുന്നൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ ഇത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലുള്ളത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പാക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ എങ്ങനെയെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോവല്ലേ കേട്ടോ. അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിൽ പറയാനും മറക്കരുത്. എപ്പോഴും സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. താങ്ക് യു. ബൈ.